السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയപ്പെട്ട എൻ്റെ ഉസ്താദുമാരെ, എൻ്റെ മുന്നിലിരിക്കുന്ന സുഹൃത്തുക്കളെ, ഇന്ന് ഈ പുണ്യഭാക്കപ്പെട്ട ഈ നബിദിനവേളയിൽ ഞങ്ങൾ നിങ്ങളോടൊരു കഥാപ്രസംഗം അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് നെഹാവന്തിനെ നടുക്കിയ പടനായകൻ. അതെ, നെഹാവന്തിനെ നടുക്കിയ പടനായകൻ. തുടങ്ങി ഞങ്ങൾ അതിനാകെ തേടി തിരുസ്വലാത്തും പുണ്യറസൂലിൻ പാടി പറഞ്ഞിടാൻ പോരാട്ടം തിങ്കള ചൂടി പൊരുതിടാൻ ഉമറുൽ ഫാറൂഖ് ഒളിച്ചോടി. കാദിസിയ യുദ്ധമെന്ന് കാതിടറെ കിസ്സയെന്ന് കാലമാടൻ വരുമെന്ന് കാലിൽ തുള്ളുന്നു. കാത്തുവെച്ചൊരു കാവലാനുമാനുപരി ധീരാമുത്ത് ഇസ്ലാമിൻ രക്ഷകനായി വന്നു നെഹാവന്തിൻ. ഇത് മുത്തൊളിരീനിന്റെ പത്തരമാറ്റിന്റെ പടയോട്ടത്തിന്റെ ചരിതമൊരുകുന്നു. കഥയിതരുളുന്നു, കുളിര് പകരുന്നു ഹരഹരമായി. ചരിതമൊരുകുന്നു, കഥയിതരുളുന്നു, കുളിര് പകരുന്നു ഹരഹരമായി. ബിലാൽ വീരമൽ ഫാറൂഖിന്റെ ഭരണകാലം. അബീ വഖാഫിന്റെ സൈന്യം കിസ്റ കോട്ട തകർത്ത് ഖാദിസിയ യുദ്ധം വിജയിച്ച സന്തോഷ നിമിഷം. പക്ഷേ ഖാദിസിയ യുദ്ധം പരാജയപ്പെട്ട കിസ്റയുടെ പേർഷ്യൻ സൈന്യത്തിന് നിൽക്കപ്പുറത്തിയില്ലായിരുന്നു. ഖാദിസിയുടെ ഇടയിൽ കുന്നുകിടക്കിടക്കുന്ന കബന്ധങ്ങൾക്ക് പകരം ചോദിക്കാൻ പേർഷ്യ കൂർപ്പ് കൂട്ടുകയാണ്. ഇത്തവണ യുദ്ധം ചെയ്യാൻ ഉമറുൽ ഫാറൂഖ് തീരുമാനിച്ചു. പക്ഷെ അനുയായികൾ പറഞ്ഞു, വേണ്ട അമീറുൽ, അങ്ങൊരു യോഗ്യനായപ്പെട്ട നായകനെ നിയോഗിച്ചാലും. അങ്ങനെയെങ്കിൽ ശത്രുക്കളെ കണ്ടാൽ ശരവേഗത്തിൽ ആക്രമിക്കുന്ന ഒരു ധീര യോദ്ധാവിനെ ഞാൻ നിയോഗിക്കാം. ധിക്കാരിയായ അനുസ്മാന്റെ സൈന്യത്തെ തുരത്താൻ ആ ധീര യോദ്ധാവിന് കഴിയുമെന്ന് ഉമർ ഫാറൂഖിന് അറിയാമായിരുന്നു. ഖലീഫ ഉമർ കത്തെഴുതി. അതാ നമ്മുടെ കഥാനായകൻ ഉമർ ഇബ്നു ഖത്താബ് ഇലാ നുഅ്മാൻ ഇബ്നു മുക്രിം. ഉദിമതിയായി ഉദിച്ച താരം പുണ്യരേനുമാൻ. അധിപതി അഹദോന്റെ ദീനിൽ കാവലായി നുമാൻ. അടിച്ചമർത്തിരുദീനിലേക്കായി കാവലേകുവാൻ ദിരസുജയന്ന് വന്നതാ, ദിനന്റെ രക്ഷ തന്നതാ. ശത്രുവിരണ്ട് മല്ലിടുന്നതാ, തടസ്സമാകെ തീർത്തതാ. നേരിന്റെ നിധ വന്നതാ, നേരിന്റെ നിധ വന്നതാ. നല്ലൊരു തന്ത്രമോർത്ത് നിന്നതാ, നല്ലൊരു തന്ത്രം ചൊന്നതാ. നല്ലൊരു തന്ത്രമോർത്ത് നിന്നതാ, നല്ലൊരു തന്ത്രം ചൊന്നതാ. നുഅ്മാൻ 1,00,000 സൈന്യം നെഹാവന്തിൽ തമ്പടിച്ചിരിക്കുന്നു. ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല. ഉടനെ തന്നെ നമ്മൾ പുറപ്പെടണം. കൽപ്പന കേൾക്കേണ്ട താമസം. അതാ നുഅ്മാൻ തന്റെ സംഘവും കുതിച്ചു. ശത്രുക്കളുടെ തന്ത്രം മനസ്സിലാക്കാൻ വേണ്ടി ബുദ്ധിയും തന്റേട്ടവുമുള്ള ഒരു രഹസ്യ സംഘത്തെ നുഅ്മാൻ നിയോഗിച്ചിരുന്നു. നെഹാവന്തിന്റെ അടുത്തെത്തിയ രഹസ്യ സംഘത്തിൽപ്പെട്ട കുതിരകൾ പെട്ടെന്ന് നിന്നു. എന്തെന്നറിയാൻ നിലത്തിറങ്ങി നോക്കിയപ്പോഴാണ് ആ കാഴ്ച കണ്ട് അമ്പരന്നത്. മുസ്ലിം സൈന്യത്തെ തുരത്താൻ നിലത്ത് മുഴുവനും പേർഷ്യൻ പട്ടാളം ഇരുമ്പാണികൾ നിരത്തിയിരിക്കുന്നു. തടസ്സം മനസ്സിലാക്കിയ സംഘം നുഅ്മാൻ ഇബ്നു മുക്രിമോട് രംഗം വിവരിച്ചു. ബുദ്ധിമാനായ നുഅ്മാൻ അവരോട് പറയുകയാണ്, ആവേശത്തിൻ പടയണിയാണ്, ആതിര തോൽക്കും സംഗമിതാണ്. ആരംഭദീനിന്നിതിയാണ്, നെഹാവന്തിൻ തന്ത്രം മേലൊരു വരവാണ്. നുഅ്മാനൊരു അടരാണ്, അടിവേൽക്കുകയാണ്. അശോരുടെ രംഗകുതിപ്പാണ്.
ആവേശത്തിൻ പടയണിയാണ് ആതിര തോൽക്കും സംഗമിതാണ്. ശത്രുക്കളെ കബളിപ്പിക്കാൻ നുമാന്റെ ബുദ്ധിയിൽ ഒരു സൂത്രം. അവൻ അവന്റെ സംഘത്തോട് മന്ത്രിച്ചു, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾ കാണും വിധം ചൂട്ട് കത്തിച്ച് ശബ്ദമുണ്ടാക്കി ഓടണം. അങ്ങനെയെങ്കിൽ അവരെ നിരത്തിയ ഇരുമ്പാണികൾ കണ്ട് മുസ്ലിം സൈന്യം പിന്തിരിഞ്ഞോടിയെന്ന് ധരിച്ച് ആ തടസ്സം മുഴുവനായി നീക്കം ചെയ്യണം. ഉടനെ തന്നെ നമ്മൾ അവരെ ആക്രമിക്കുകയും ചെയ്യണം. നുമാൻ നിയോഗിച്ച സംഘം വിദഗ്ധരായിരുന്നു. പടനായകൻ പ്രഖ്യാപിച്ചതുപോലെ അവരത് ഭംഗിയായി നിർവഹിച്ചു. പമ്പര വിഡ്ഢികളായ പേർഷ്യൻ സൈന്യം അവർ പിന്തിരിഞ്ഞോടിയെന്ന് ധരിച്ച് ആ തടസ്സം മുഴുവനായി നീക്കം ചെയ്തു. ഉടനെ അതാ നോമാന്റെ സംഘം പേർഷ്യൻ പട്ടാളത്തെ ആക്രമിക്കുകയും ചെയ്തു. നഹാവന്തിനെ കോരിത്തെറിപ്പിച്ചുകൊണ്ട് കുതിര ഉടമ്പടികൾ കേൾക്കുകയായി. തക്ബീറുരകുന്നു പെരുമ്പറമുയക്കിക്കൊണ്ടൊരു പടകുതിപ്പ് ലക്ഷ്യം പേരിയോന്റെ പരിശുദ്ധ മതത്തിന്റെ കവചമായിരിപ്പ് ചുവട് പിടിച്ച് കുതിച്ച് മതിച്ചിടയിച്ചിടയോനെ വിളിച്ച് നഹാവന്ത്യം വിറച്ചിടുന്നേ നടുരടി ചടരടുന്നേ സൈന്യം വെറുതെ ശുചാത്തോടെ പൊൻകൊടി ചൂടി മിണ്ടാനെ മിണ്ടാനെ ജയം പൂണ്ടാനെ മിണ്ടാനെ മിണ്ടാനെ ജയം പൂണ്ടാനെ തക്ബീറുരകുന്നു പെരുമ്പറമുയക്കിക്കൊണ്ടൊരു പടകുതിപ്പ് ലക്ഷ്യം പേരിയോന്റെ പരിശുദ്ധ മതത്തിന്റെ കവചമായിരിപ്പ്. പട്ടനായകൻ പ്രഖ്യാപിച്ചു, ഞാൻ ഒന്നാമത്തെ തക്ബീർ ചൊല്ലിയാൽ നിങ്ങൾ ആയുധങ്ങൾ കയ്യിലേന്തണം. ഞാൻ രണ്ടാമത്തെ തക്ബീർ ചൊല്ലിയാൽ നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറാവണം. മൂന്നാമത്തെ തക്ബീർ കേട്ടാൽ നിങ്ങൾ ചീറ്റപ്പുലികളെ പോലെ കുതിച്ചു ചാടണം. നഹാവന്തെന്ന തത്തകത്തിൽ കുഫ്രിങ്ങളുടെ കോമരങ്ങളെ ഇസ്ലാമിന്റെ പുലിക്കുട്ടികൾ ഓരോന്നായി വകവരുത്തി. ശത്രുക്കളിൽ നിന്ന് പ്രവഹിച്ച രക്തം കൊണ്ട് ആ തായ്വര ചെഞ്ചായമണിഞ്ഞു. പേർഷ്യൻ പട്ടാളത്തെ പോരാട്ടത്തിന്റെ വദന തടവുമായി എത്തി ഇസ്ലാമിന്റെ പുലിക്കുട്ടികൾ. അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. നോമാനുബിന്റെ പടക്കുതിര രക്തത്തിൽ വഴങ്ങി. രംഗം കണ്ട സഹോദരൻ ഓടി അടുക്കുകയാണേ. ദീനിന്റെ രണാം പൂവിൽ നഹാവന്തിൻ വഴിമാറി ന്യൂമാനു നഹാവോരു ഷഹാദത്ത് തേടി കൈവിട്ട പതാകയിൽ കൈ നീട്ടി പിടിച്ചൂതൻ മാതരമാതോരെ പുതപ്പാൽ മൂടി പോരാട്ടം വിജയിച്ച പടച്ചോന്റെ പടയാണ് പടനായകനെ കാണാൻ തടിച്ചു കൂടി. പോരാട്ടം വിജയിച്ച പടച്ചോന്റെ പടയാണ് പടനായകനെ കാണാൻ തടിച്ചു കൂടി. ശക്തമായ വീഴ്ചയിൽ ആ ധീരയോദ്ധാവ് ഇവിടെ പറഞ്ഞു. നോമാനുബിന്റെ കയ്യിൽ നിന്ന് ഇസ്ലാമിന്റെ പതാക നിലത്തേക്ക് വീഴാനഞ്ഞു. രംഗം കണ്ട സഹോദരൻ ഓടിയെടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ പതാക കയ്യിലെന്തി. നോമാനുബിൻ പതച്ചതറിഞ്ഞാൽ ഇസ്ലാമിന്റെ പുലിക്കുട്ടികൾ ചിതറിപ്പോകും. അതൊരിക്കലും സംഭവിച്ചൂടാ. ആ സഹോദരൻ നോമാനുബിന്റെ ശരീരം ഒരു പുതപ്പ് കൊണ്ട് മൂടി. എന്നിട്ട് ആ സഹോദരൻ പേർഷ്യൻ പട്ടാളത്തിന് നേരെ കുതിച്ചു. ആ തായ്വരയിൽ നിന്ന് പേർഷ്യൻ പട്ടാളം വിരണ്ടോടി. ഇസ്ലാമിന്റെ പുലിക്കുട്ടികൾ വിജയ പേര് മുഴക്കി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി. ഞങ്ങളുടെ പടനായകൻ എവിടെ, ഞങ്ങളുടെ പടനായകൻ എന്ത് പറ്റി എന്നറിയാതെ പതച്ചു നിൽക്കുന്നവരുടെ ഇടയിലേക്ക് ആ സഹോദരൻ കടന്നു വന്നുകൊണ്ട് ആ മൂടപ്പടം നീക്കി. ഇസ്ലാമിന്റെ പുലിക്കുട്ടികൾ വിജയം ആഘോഷിക്കുന്നത് കൺകുളിർമ കണ്ടുകൊണ്ട് ആ ധീര യോദ്ധാവ് ഇവിടെ പറയുകയാണേ. സ്നേഹിതരെ സ്നേഹനിലാവേ ദിശയുടെ മറവിൽ മറയുകയായി സാവേശം വിജയം കണ്ട സൈന്യാധിപനും പൊലിയുകയായി. കണ്ണിറയെ
നിറയെ വിജയം കണ്ട മുസ്ലിം സൈന്യം കരയുകയായി. ഇസ്ലാമിൻ പൊൻകൊടി ചൂടിയ ചരിതം ഇവിടെ തീരുകയായി. നുമാനുവിന്റെ ചരിത്ര പുസ്തകം ഞങ്ങൾ ഇവിടെ താൽക്കാലികമായി അടച്ചു വെക്കുകയാണ്. വാഹിർദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതോടുകൂടി